ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇന്ന് തിന്നത് അത് എന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. രാവിലെ തന്നെ കഴിച്ചത് 2 ദോശയും തേങ്ങാ ചട്നിയും മുളക് ചട്നിയൊക്കെ കൂട്ടി ഒരു ഗ്ലാസ് ചായയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി തേങ്ങാ ചട്നിയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചത് നല്ല ചൂടോട് കൂടി ചോറും നല്ല മീൻകറിയും. ഈ മീൻ ഞങ്ങളിവിടെ പറയാം പിയാപ്പിളക്കോര, കോര എന്നൊക്കെ പറയും. പുതിയാപ്പിളക്കോര എന്നും കേൾക്കാറുണ്ട്. നിങ്ങളവിടെ എന്താ പറയുകയെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യും. കൂടെ ഒരു മീൻ പൊരിച്ചും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നല്ല ചൂടുള്ള കട്ടൻ ചായയും അച്ഛൻ പപ്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കൂട്ടി പിന്നെ ഒരു കേക്കും കൂടെ, പിന്നെ ഇതും കൂടെ ചായൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ രാത്രി ആയപ്പോൾ നമ്മൾ കഴിച്ചത് ഇഡ്ഡലിയും, എനിക്ക് സാമ്പാർ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ രാത്രി ഒരു തട്ടിക്കൂട്ട് സാമ്പാർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് നമ്മൾ രാത്രി നല്ല ചൂടോട് ഇഡ്ഡലിയും സാമ്പാറൊക്കെ കൂട്ടി അടിപൊളിയായി കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് കൊണ്ട് 2 കൂടി ഞാൻ അകത്താക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അച്ഛൻ്റെ വരവ് കേട്ടോ. അപ്പം അച്ഛനെത്തിയത് കുറേ മസാല സാധനങ്ങളും എന്തൊക്കെയോ വിധം കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ തിരക്കൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് അച്ഛൻ ഇപ്പോഴാണ് എത്തിയത്. അപ്പോൾ ഞാൻ അതൊക്കെ ഓരോന്നും പാത്രത്തിലാക്കാമെന്ന് വിചാരിച്ചു. ഞാനായിട്ട് ചെയ്യാമെന്നല്ല വിചാരിച്ചത്, അമ്മ പറഞ്ഞപ്പോൾ ചെയ്തതാണ് കേട്ടോ. കാര്യം ഞാനങ്ങനെ വീട്ടിലൊന്നും ചെയ്യാറൊന്നുമില്ല, ഒക്കെ അമ്മയാണ് ചെയ്യാറ്. അപ്പോൾ അമ്മ ഇന്ന് നല്ല തിരക്കിലായിരുന്നു. അടുക്കളയിൽ വേറെയും കുറേ പണികളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഈ ഒരു സാധനം ഞാൻ ശ്രദ്ധിച്ചത്. കടലക്ക മിഠായിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വേഗം ഒന്ന് അകത്താക്കി വീണ്ടും പണി ഞാൻ ഫുൾ എനർജിയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുളിയൊക്കെ വേഗം എടുത്ത് ഞാൻ പാത്രത്തിലാക്കി അടച്ചെടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ടി വിയിൽ ബിഗ് ബോസും കൂടി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി സമയം ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ അത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ അമ്മ അതിന് ചീത്തയും പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് ഇത് താഴെ പോണത് അറിയണമില്ല. അപ്പോൾ അതിന് ചീത്തയും കേട്ടിട്ട് ഞാൻ ബാക്കി നല്ല ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെ അച്ഛനോട് ഇങ്ങനെ ഓരോന്നിങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ആ ഓണത്തിന് എന്തൊക്കെയാണ് പരിപാടികളെക്കുറിച്ചും പ്ലാനിങ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഞാനും അച്ഛനിങ്ങനെ ഡിസ്കഷനിലാണ് കേട്ടോ. നിങ്ങൾ വീട്ടിലിങ്ങനെ ഹോർലിക്സ് ടപ്പിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടോ? ഇവിടെ ഞങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ. പലപ്പോഴും ഹോർലിക്സാന്നൊക്കെ വിചാരിച്ച് നമ്മൾ തുറന്ന് നോക്കുമെങ്കിലും അത് ഹോർലിക്സ് ആയിരിക്കില്ല, ചമ്മിപ്പോവും. അപ്പോൾ നമ്മളെ പണി ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടും. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ. ബൈ ഫ്രം ഗൗരി.